കഅബാലയം ആദം നബി അലൈഹിസ്സലാം തന്നെയാ പണിയുന്നത്. മസ്ജിദുൽ അഖ്സയും ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കഅബ കഴിഞ്ഞൊരു 40 കൊല്ലങ്ങൾക്ക് ശേഷം അസ്ഥിവാരമിട്ട പള്ളിയാണത്. ആ മസ്ജിദിൽ നിന്നാണ് മിഅ്റാജ് ഉണ്ടായത്. ആ മസ്ജിദിനെ മസ്ജിദുൽ ഹറാമുമായി ബന്ധിപ്പിച്ചു അല്ലാഹു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. രണ്ട് ഖിബലകളെ ഇസ്രാഇന്റെ മഖാമുകളായി അല്ലാഹു തെരഞ്ഞെടുത്തു. മസ്ജിദുൽ ഹറാം എന്ന നമ്മുടെ ഖിബലയിൽ നിന്ന് ആദ്യ ഖിബലയായിരുന്ന 17 മാസത്തോളം പുണ്യ റസൂൽ ഖിബലയായി നിസ്കരിച്ചിരുന്ന അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ ഇസ്റാ നടത്തിയ അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു പരിശുദ്ധനാണ്. ബാറകനാ ഹൗലഹു, ആ മസ്ജിദിന്റെ പരിസരങ്ങളിൽ നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. മസ്ജിദിന്റെ പരിസരങ്ങളിൽ ബറക്കത്തുണ്ടെങ്കിൽ ആ മസ്ജിദിന്റെ ബറക്കത്ത് എത്രയാണ്? ചുറ്റും ബറക്കത്താണ്. ചുറ്റെന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 28-30 കിലോമീറ്റർ അപ്പുറത്ത ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം കിടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് സാറ ബീവി കിടക്കുന്നത്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി അതേ പള്ളിയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ഇസ്ഹാഖ് നബിയുടെ ഭാര്യയുണ്ട് റിഫ്ഖ ബീവി. ഇംഗ്ലീഷുകാരൻ റബേഖ എന്ന് വിളിച്ചു. റിഫ്ഖയാണവര്. ആ മഹദിയും അവിടെ തന്നെയാണ്. ഇപ്പുറത്തുണ്ട് യാക്കൂബ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ മോൻ. ആ പള്ളിയിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളുടെ അടുത്തുണ്ട് ഒരു മഖാം. അത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, ഒരു മഹാത്മാവിന്റെ മകൻ. അവരുടെ പിതാവും മഹാത്മാവ്, അവരുടെ പിതാവും മഹാത്മാവ്. അത് യൂസുഫ് നബിയാണ്. കാരണം യൂസുഫ് നബിയുടെ പിതാവ് യാക്കൂബ് നബി നബിയാണ്. അവരുടെ പിതാവ് ഇസ്ഹാഖ് നബി നബിയാണ്. അവരുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിയാണ്. ഈ 4 നബിമാരും കിടക്കുന്നത് ഒരു പള്ളിയിലാണ്. അവരുടെ മഖാമ് കിടക്കുന്നത് മഗാറത്തു ഇബ്രാഹിം, മഗാറത്തുൽ ഖലീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാങ്ങിച്ച ഒരു ഗുഹയുണ്ട്, ഒരു പ്രകൃതിയാലുണ്ടായ ഒരു ഗുഹയുണ്ട്. ആ ഗുഹക്കകത്താണ് ഈ ഖബറുകളൊക്കെ. അതിൻ്റെ മീതെയുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖലീൽ, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മസ്ജിദ്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമാണ്. തൊട്ടപ്പുറത്താണ് ചാവുകടലിലേക്ക് നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലത് ഭാഗത്ത് കാണുന്ന ഒരു കുന്നിൻ ചെരുവിലാണ് ഖലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം കിടക്കുന്നത്. മസ്ജിദുൽ അഖ്സന്റെ പുറത്താ, ജെറൂസലേമിന്റെ പുറത്തായിരുന്നു അത്. മൂസ നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയിൽ പോയി എന്നെ മറവ് ചെയ്യണം, എനിക്ക് അവിടെ ചെന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചു. ജെറൂസലേമിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു. മഹാനവറുകൾ ഖുദ്സിലേക്ക് ജെറൂസലേമിലേക്ക് എത്തുന്നതിന് മുമ്പ് മരിച്ചു. യൂസുഫ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബി. ആ നബി കിടക്കുന്നത് മസ്ജിദുൽ അഖ്സന്റെ ജെറൂസലേമിൽ നിന്നൊരു 15 കിലോമീറ്ററൊക്കെ ദൂരം കാണും അങ്ങോട്ട്. അവിടെ പോയി സിയാറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പോയ ആൾക്കാർ, നേരത്തെ പോയവരൊക്കെ അവിടെയും പോയിട്ടുണ്ടാവും. അഖ്സാ പള്ളിയുടെ ഇപ്പുറത്തുണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം. യാ ജിബാലു ഔബി മഅഹു വത്വൈർ. അല്ലാഹു നൽകിയ ഗ്രന്ഥം സബൂർ എന്ന ഗ്രന്ഥത്തിന്റെ വരികൾ അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന ബൈത്തുകളാണ്. സബൂർ എന്ന കിതാബ് ബൈത്താണ്, പാടലാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവായിരുന്നു. ഫലസ്തീൻ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സായി അവിടെ സിംഹാസനം വെച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന നബിയാണ്. അതിനുശേഷം വന്ന അവരുടെ പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകരാജ്യങ്ങളെ ഷർഖും അതുപോലെ ഗർബും ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും രാജ്യങ്ങളെ ഭരിച്ച നബിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. മസ്ജിദുൽ അഖ്സായുടെ കോമ്പൗണ്ടിനുള്ളിൽ എവിടെയോ ആണ് യൂസുഫ് നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. എവിടെയാണെന്ന് കൃത്യമായിട്ട് ഒരടയാളമില്ല. ദാവൂദ് നബിയുടെ തൊട്ടപ്പുറത്ത് മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ
ദാവൂദ് നബിയുടെ മഖാമിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്തുണ്ട് ഒരുപാട് നൂറുകണക്കിന് സ്വഹാബിമാർ കിടക്കുന്നത്. തങ്ങളുടെ കാലശേഷം എന്ന് പറയാം. ഇസ്രാ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഇത് പറയുന്നത് എന്താ? അമ്പിയാക്കന്മാർ പരിസരങ്ങളിലുള്ള നാടാണത്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 4 കിലോമീറ്റർ ചെന്നാൽ ഒരു ഇടമുണ്ട്, ജബലുസ്സൈത്തൂൻ, മൗണ്ട് ഒലീവ് എന്നാണ് ആ കുന്നിൻ്റെ പേര്. ഒലീവിൻ്റെ മല എന്നാണ്. എന്താ പ്രത്യേകത എന്നറിയോ? അവിടെയാണ് കനീസത്തുൽ വിലാദ, നേറ്റിവിറ്റി ചർച്ച് ഉള്ളത്. നേറ്റിവിറ്റി ചർച്ച് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം അവിടെയാണ്. അവിടെ ഒരു ടവറുണ്ട്, ഒരു ലൈറ്റ് ടവർ പോലെ തോന്നിക്കും. തൊട്ടപ്പുറത്താണ് റാബിഅത്തുൽ അദവിയ്യ ബീവിയുടെ മഖാമുള്ളത്. ആ ടവർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവിടെ നിന്നാണ് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത്. ഇതൊക്കെ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമാണ്. അതിൻ്റെ താഴ്വരയുണ്ട്. ഖുദ്സിൽ നിന്ന് ജോർഡാനിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അരീഹ എന്ന അറബിയിൽ പറയുന്ന ജെറിക്കോ എന്ന് ഇംഗ്ലീഷുകാരൻ വിളിക്കുന്ന ഒരു നാടുണ്ട്. 5000 കൊല്ലത്തിന്റെ സംസ്കൃതിയുള്ള ലോകത്തെ അതിപുരാതനമായ നഗരങ്ങളിലൊന്ന് ജെറിക്കോ. അവിടെയാണ് ജബലു തജ്രീബ എന്ന് പറയുന്ന മലയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഇബാദത്തിനിരുന്നിരുന്ന ഒരു മലയുണ്ട്. ദ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ എന്നാണ് അതിന് പറയാ. അവിടെയാണ് യഹ്യാ നബി ജനിച്ചത്. അവിടെയാണ് സക്കരിയ നബി ജനിച്ചത്. ഒന്നും കൂടെ താഴേക്ക് ഒരു ജെറൂസലേമിൽ നിന്നൊരു 30-35 കിലോമീറ്റർ ഇപ്പുറം ജോർഡാൻ നദിയുണ്ട്. അത് ചെറിയൊരു തോടാണ്, ഒരു കൈവരി പോലെ കാണുന്നുള്ളൂ. ഈ സ്റ്റാൻഡിന്റെ ഇത്ര വീതിയിലെ വെള്ളം ഒഴുകുന്നുള്ളൂ. ബാക്കിയൊക്കെ ജൂതന്മാർ പിടിച്ചു വെച്ചു. ആ വെള്ളത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ യഹ്യാ നബി അലൈഹിസ്സലാം മഹാസ്നാനം ചെയ്തു എന്ന് പറയുന്ന സ്നോപക യോഹന്നാൻ എന്നറിയപ്പെടുന്ന യഹ്യാ നബി അലൈഹിസ്സലാം കാലുകുത്തിയത്. ഇതൊക്കെ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുമാണ്. അല്ലാഹു എന്ത് പറഞ്ഞു? ഒരൊറ്റ വാക്കിലൂടെ അഖ്സാ പള്ളിയിലേക്ക് എൻ്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോയി. ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റും നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ മഹാന്മാർ ഉള്ളിടത്ത് ബറക്കത്തുണ്ട് എന്ന് സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഇത് ബറക്കത്തുള്ള ഇടമാണ്, മുബാറക്കാണ്. 2 ഖിബലകളെ അല്ലാഹു ബന്ധിപ്പിക്കുകയാണ്. ആദ്യ ഖിബലയായ മസ്ജിദുൽ അഖ്സയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഖിബലയായ അൽ മസ്ജിദുൽ ഹറാം. ഹറാം എന്ന് പറയുമ്പോൾ 2 അർത്ഥമുണ്ട്. ഒന്ന് നിഷിദ്ധമായത്, മറ്റേ അർത്ഥം എന്താണ്? പരിശുദ്ധമായത്. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാം. നല്ലൊരു പള്ളിക്ക് എന്തിനാ ഹറാം എന്ന് പേരിട്ടെന്ന് ചിന്തിക്കേണ്ട. അതിൻ്റെ അർത്ഥം പരിശുദ്ധം എന്നാണ് അർത്ഥം. അവിടെ അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ പള്ളി, ദ ഹോളി സാങ്ച്വറി, അതാണ് അൽ മസ്ജിദുൽ ഹറാം. ഇത് ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദാണ്. ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനം കഅബാലയമാണെങ്കിൽ, നമ്മളറിയണേ, പള്ളികളിൽ, ഭവനങ്ങളിൽ, കെട്ടിടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കെട്ടിടം കഅബാലയമാണെങ്കിൽ, മണ്ണുകളിൽ, ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഏതാണെന്നറിയുമോ? അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ റൗളയാണ്, അൽ ഹുജ്റത്തു ശരീഫയാണ്. ഹബീബ് കിടക്കുന്ന മണ്ണാണ് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ മണ്ണ്. ബി ഇജ്മാഇൽ ഉലമ, പണ്ഡിതന്മാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കെട്ടിടങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ കെട്ടിടമേത്? അത് കഅബയാണ്, ബിത്തിഫാഖിൽ ഉമ്മ. അതും അങ്ങനെയാ. മണ്ണ് നോക്കുകയാണെങ്കിൽ അത് ഹബീബി കിടക്കുന്ന മണ്ണ്. എന്തുകൊണ്ടെന്നറിയോ? അവിടുത്തെ പരിശുദ്ധമായ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനോളം ഒരു ഭാഗ്യം ഭൂമിയിൽ വേറെ ഒരിടത്തുമില്ല. മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ല, അല്ലാമ സുയൂത്തി തങ്ങൾ വിശദമായി പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ പൈസ ഉണ്ടെങ്കിൽ, യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് പോകേണ്ട സ്ഥലം മക്കയും മദീനയും ജെറൂസലേമും ഒക്കെയാണ്. ഇടക്കിടക്ക് പോവുക. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. പറ്റുന്ന ആളുകൾ ഇടക്കിടക്ക് ഹജ്ജും ഉംറയും ചെയ്യണം എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനെയാണ് മഹാന്മാർ അവിടെ
നിരൂപിച്ചിട്ടുള്ളത്. നാട്ടിൽ പട്ടിണിപ്പാവങ്ങൾ അയൽപക്കത്തൊക്കെ ഉണ്ടായിരിക്കുക, എല്ലാ കൊല്ലം ഉംറക്ക് പോകും. അത് വേണ്ട. ഒരു ഉംറ കഴിഞ്ഞു, ഒരു സുന്നത്ത് ഉംറ ചെയ്തു, ഫർള് കഴിഞ്ഞു, സുന്നത്തും കഴിഞ്ഞു, എന്നാൽ പിന്നെ ആ പൈസ കൊണ്ട് പരിസരത്തുള്ള ആളുകളെ സഹായിക്കലാണ് ആ മനുഷ്യന് പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പറ്റുമെങ്കിൽ എല്ലാ വർഷവും 6 മാസത്തിലൊരിക്കൽ പറ്റുന്നവർ പോകണം. ദാലിക ഫദ്ലുല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ അതിന് ഭാഗ്യം നൽകട്ടെ. അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. മനുഷ്യൻ എത്തിപ്പെടേണ്ട, ഒരു വിശ്വാസി എത്തിപ്പെടേണ്ട ഭൂമികയാണത്. അല്ലാഹു അങ്ങോട്ട് നമ്മൾ വിളിച്ചിരിക്കുകയാണ്, പടച്ചോൻ വിളിച്ചിരിക്കുകയാണ്, നിങ്ങൾ വരണേന്ന്, അല്ലാഹുവിൻ്റെ അതിഥികളായി ചെല്ലണേന്ന്. ഒരാൾ ആതിഥ്യമരുളിയാൽ, നമ്മൾ ക്ഷണിച്ചാൽ ഉത്തരം കൊടുക്കണ്ടേ? അതാണ് അല്ലാഹു സൂറത്ത് ആല ഇംറാനിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. പരിശുദ്ധമായ മക്കയില്, മക്ക എന്ന് പറയേണ്ടടുത്ത് ബക്ക എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ മക്കന്റെ പേര് മാറ്റിയത് ഖുർആൻ? മക്കയെ മക്ക എന്നാണ് അറിയപ്പെടുന്നത്, അത് മക്ക തന്നെയാണ്. പക്ഷേ മക്കയെ ബക്ക എന്നും അറിയപ്പെടും. ബക്ക എന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും കൂടുന്ന സ്ഥലമെന്നാണ്. എന്തുകൊണ്ട്? ഹജ്ജ് വരുമ്പോൾ അവിടെ തിക്കും തിരക്കുണ്ടാകും. അതുകൊണ്ട് മക്ക ആ ഹജ്ജിന്റെ മൗസിമിൽ ബക്കയായി മാറും. കാരണം ഇതിന്റെ അവസാനം അല്ലാഹു ഹജ്ജിന് വരണമെന്ന് വിളിക്കാൻ പോവാണ്. അപ്പൊ ആ ഹജ്ജിന് വരണം എന്ന് പറഞ്ഞതിന്റെ ആ ഒരു മൗഖിഫിനോട്, കോണ്ടെക്സ്റ്റിനോട് യോജിക്കുന്നത് മക്കയെ ബക്ക എന്ന് വിളിക്കലാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ ബക്ക എന്ന് വരാൻ കാരണം. അല്ല, തെറ്റിപ്പോയതല്ല. മഅദല്ലാഹ്. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ഉസ്താദവറുകളുടെ സൂചിപ്പിച്ചു, മുബാറക്കായ ഒരു മസ്ജിദാണത്. മക്ക തന്നെ ബർക്കത്തുള്ളതാണ്. മക്കയുടെ പരിസരങ്ങൾ ബർക്കത്തുള്ള ഇടങ്ങളാണ്. ഹറം എന്ന 60 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന വലിയൊരു പ്രദേശം ബർക്കത്തുള്ള പ്രദേശമാണ്. അതിൻ്റെ പരിസരങ്ങളിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടത്. അവിടെയാണ് ഹബീബ് വളർന്നത്, അവിടെയാണ് സംസമുള്ളത്, അവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത്, അവിടെയാണ് സഫയും മർവയും ഉള്ളത്, അവിടെയാണ് മഖാമു ഇബ്രാഹീം, ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ അടയാളം പതിഞ്ഞ ആ പരിശുദ്ധമായ കല്ലുള്ളത്. കല്ലുകളൊന്നും മുസ്ലിമീങ്ങൾ ആരാധിക്കല്ലേ. കാബങ്ങ് ചുറ്റുമ്പോൾ ചിലർ വിചാരിച്ച് ഈ ആ ഒരു കറുത്ത ഗേഹത്തെ നമ്മൾ ആരാധിക്കുകയാണ്. അല്ല, ആരാധന അള്ളാഹുവിനോടാ. പക്ഷെ നമ്മുടെ ആരാധനയുടെ ഖിബിലയാണ്, ഡയറക്ഷനാണത്. വഴിയെ പറയാം എന്തുകൊണ്ട്. അവിടെയാണ് അറഫയുള്ളത്, അവിടെയാണ് മുസ്ദലിഫയുള്ളത്. പരിശുദ്ധമായ കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി എത്യോപ്യക്കാരനായിരുന്ന, ഹബശക്കാരനായിരുന്ന അബ്രഹ എന്ന ഉദ്യോഗസ്ഥൻ യമനിന്റെ ഭരണാധികാരിയായി മാറിയിട്ട് യമനിൽ നിന്ന് മഹ്മൂദ് എന്ന് പേരിട്ട് ഒരു ആനയ്ക്ക് നേതൃത്വം കൊടുത്ത്, വലിയൊരു ആനയുടെ പേര് മഹ്മൂദ്. ആ ആനയുടെ പിറകിൽ വേറെയും ആനകളെയുമായി യമനിൽ നിന്ന്, അദിനിൽ നിന്ന് കാൽനടയായി അറബി ഗോത്രങ്ങളെ മുഴുവനും വിറപ്പിച്ച് പേടിപ്പിച്ച് കഅബാലയത്തെ പൊളിച്ചു കളയാൻ എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടെ വന്ന അബ്രഹ എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു കിങ്കരനെ വശം, ആ കിങ്കരനെ അല്ലാഹു നശിപ്പിച്ച വാദി മുഅസ്സർ എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത് അറഫയുടെ അടുത്താണ്. അറഫയുടെ തൊട്ടടുത്ത പ്രദേശമാണത്. വാദി മുഅസ്സർ എവിടെയാണ്? അല്ലാഹു ചോദിക്കുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടക്കാരെ അല്ലാഹു എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നബിയെ അങ്ങ് കണ്ടുവോ? എങ്ങനെയാണ്? കൈഫ്, എന്ത് ചെയ്തു എന്നല്ല ചോദ്യം. അല്ലാഹ് എന്ത് ചെയ്തു എന്നല്ല ചോദ്യം, എങ്ങനെ ചെയ്തു എന്നതാണ് ചോദ്യം. കൈഫ, അവരെ നശിപ്പിച്ചു നമുക്ക്, പക്ഷെ എങ്ങനെയാണത് ചെയ്തത്?
ഭൂമിയിലെ ജീവികളിൽ, കരയിൽ കാണുന്ന ജീവികളിൽ ഏറ്റവും കരുത്തുള്ള ജീവിയാണ് ആന, എലഫൻസ്. ആനയെ ഉപയോഗിച്ച് കഅബാലയം പൊളിക്കാൻ വന്നപ്പോ പക്ഷി എന്ന് പോലും പറയപ്പെടാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ചെറിയ പുൽച്ചാടിയോളം വലുപ്പം വരുന്ന ജറാദ് എന്ന് പറയുന്ന പക്ഷികളെ അബാബീലുകളായി കൂട്ടം കൂട്ടങ്ങളായി, കൊച്ചു പക്ഷി എന്ന് തന്നെ വിളിക്കൂല. പുൽച്ചാടി ആരെങ്കിലും പക്ഷി എന്ന് വിളിക്കുമോ? അതാണ് ജറാദ്, ലോക്കസ്റ്റ് എന്ന് പറയും. ആ സാധനത്തിന് 3 കല്ലുകൾ പോയി ഒരു പൂവ് പെറുക്കാനുള്ള കഴിവതിന്റെ കാലുകൾക്കില്ല. എന്നാൽ ആ കൊച്ചു ജീവിയെ കരയിലെ ഏറ്റവും വലിയ ജീവികളുമായി വന്നപ്പോൾ ദുർബലമായ ഒരു കൊച്ചു ജീവിയെ കൊണ്ടാണ് അല്ലാഹു 3 ചുട്ടുപഴുത്ത കല്ലുകൾ, ഒന്ന് ചുണ്ടിലും മറ്റു 2 കാലിന്റെ ക്ലോസിലും പിടിച്ചിട്ട്, ആ പക്ഷികളാണ് അബ്രഹത്തിന്റെ ആനപ്പടയുടെയും സൈന്യത്തിന്റെയും ദേഹത്തേക്ക് കല്ലുകൾ വർഷിച്ചത്. എങ്ങനെ? കരുത്തുള്ള ഒരു ശക്തിയുമായി വന്നപ്പോ സൃഷ്ടികളുടെ കണ്ണിൽ ഒരു കരുത്തുമില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്ന ദുർബലമായ ഒരു ജീവിയെ കൊണ്ടാണ് അല്ലാഹു നശിപ്പിച്ചത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹുക്ക് വലിയ ടാങ്കറുകളും മിസൈലും വാഹിനിയൊന്നും വേണ്ട. പടച്ചതമ്പുരാന് ഒരു 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 ഓലക്കൊടി മതിയാകും. അതും വേണ്ടി വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. No one but Allah knows exactly about the armies of Allah. ആർക്കും അറിയില്ല അല്ലാഹുവിൻ്റെ സൈന്യം ആരാണ്, പടച്ചവനെ അറിയുള്ളൂ. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു എന്ന് മാലോകരെ കാണിച്ചുകൊണ്ട് അബ്രഹത്തിനെ നശിപ്പിച്ച ആ സ്ഥലമടങ്ങുന്നത് ഹറമിന്റെ പരിസരമാണ്. ഹറമിന്റെ പരിസരമാണ്. ത്വായിഫിൽ നിന്ന് തന്റെ തോട്ടത്തിൽ കൃഷി ഇടങ്ങളെ സന്ദർശിച്ചു വരികയായിരുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ മകൻ ഹിലാൽ ഇബ്നു ഉമയ്യയും അബൂ സുഫിയാൻ എന്നവരും ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ മുസ്ദലിഫയുടെ അരികത്തെ ഹറമിന്റെ ബൗണ്ടറി ഉണ്ട്. അറഫന്റെ അടുത്ത് ഹറമിന്റെ ബൗണ്ടറി ഉണ്ട്. ഒരു മുയലിനെ വേട്ടയാടുന്ന ഒരു ചെന്നായെ അബൂ സുഫിയാൻ എന്നവരെ കണ്ടു. അന്ന് അദ്ദേഹം മുസ്ലിമല്ല, മക്ക കാലഘട്ടം. ഇസ്ലാം സ്വീകരിക്കുന്നത് ഒരുപാട് 22 കൊല്ലം കഴിഞ്ഞിട്ടായി. 23ാമത്തെ കൊല്ലം നിങ്ങൾ വഫാത്തായി നുബുവത്തിന്റെ. അബൂ സുഫിയാൻ എന്നവർ ഇസ്ലാം സ്വീകരിച്ചത് അതിൻ്റെ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 3-4 മാസം മുമ്പാണ്. പക്ഷേ അവർ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുത്തു. അബൂ സുഫിയാൻ എന്നവർ പറയാ, ചെന്നായ ഒരു അർണബിന്റെ ഒരു മുയലിന്റെ പിന്നാലെ ഓടുന്നത് ഞാനും ഹിലാലും കണ്ടു. ഹറമിന്റെ ബൗണ്ടറിയിലേക്ക് ആ മുയലങ്ങ് കടന്നപ്പോ, അത് മതിലൊന്നല്ല, അവിടെ ഒരു വര പോലും വരച്ചിട്ടില്ല. പക്ഷേ ഹറമിന്റെ ബൗണ്ടറിയാണെന്ന് അവർക്കറിയാം. ഹറമിലേക്കാണ് കടന്നു, പള്ളിക്ക് കടന്നല്ല. അവിടെ നിന്ന് വീണ്ടും കിലോമീറ്ററുകൾ എത്തണം കഅബയിലേക്ക് എത്താൻ. പക്ഷെ ഹറം ഒരുപാട് വലിയ പ്രദേശമാണ്. ഹറമിലേക്ക് ഈ മുയലങ്ങട്ട് കടന്നപ്പോൾ പിന്നെ ആ ചെന്നായ ആ മുയലിന്റെ പിന്നാലെ പോകാതെ തിരിച്ചു പോരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അതാണ് ഹറമിന്റെ പ്രത്യേകത. ആ ഹറമിന്റെ ഉള്ളിൽ പോയിട്ട് ചെരുപ്പ് വെക്കുന്നതും മൊബൈൽ വെക്കുന്നതും ആൾക്കാരെ പറ്റിക്കുന്നതും ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അതിൻ്റെ അദാബ്? എത്രയായിരിക്കും അതിൻ്റെ പാതകം? തവാഫ് ചെയ്യുമ്പോഴൊക്കെ പോക്കറ്റ് അടിക്കണ മഹാന്മാരുണ്ട്. എന്താ ചെയ്യുക? ബോധമില്ലാത്തതുകൊണ്ട്. അവർക്കറിയില്ല എവിടെയാണ് ഈ നിൽക്കുന്നതെന്ന് ബോധം വേണ്ടേ? അല്ലാഹു സൽബുദ്ധി കൊടുക്കട്ടെ. ആ ദീപ് അവരോട് സംസാരിച്ചു, ആ ചെന്നായ സംസാരിച്ചു. ഞാനത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ സ്പീച്ചിൽ പറഞ്ഞു, ഞാൻ അത് ആവർത്തിക്കല്ല. ആ സംഭവം അബൂ സുഫിയാൻ മൂടി വെച്ചു, മിണ്ടണ്ടെന്ന് പറഞ്ഞു. അതെങ്ങാനും നമ്മൾ പറഞ്ഞ നാട്ടുകാർ മുഴുവൻ ഇസ്ലാമിൽ ചേരും, ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സംഭവം പറയുന്നത് 22 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. 2 ആളുകളാണ് അതിന്, ഈ 2 പേരും ഇസ്ലാം സ്വീകരിച്ചു. ഹറം അങ്ങനെയാണ്. ആ പരിശുദ്ധമായ ഹറമിൻ്റെ
മധ്യമാണ് പരിശുദ്ധമായ കഅബാലയം. അതിൻ്റെ കേന്ദ്രബിന്ദുവാൻ. ആ കഅബാലയത്തിലേക്ക് നിന്ന് അല്ലാഹു അക്ബർ ചൊല്ലിയാലേ നമ്മുടെ നിസ്കാരം സ്വഹീഹാവുള്ളൂ. യാത്രക്കാരൻ സുന്നത്ത് നിസ്കാരം, പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ ഖിബല കിട്ടണം നിർബന്ധമല്ല. ഫർളിനാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന ഒന്നാമത്തെ തക്ബീർ ചൊല്ലുമ്പോൾ ഖിബല കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഫർള് ശരിയാവില്ല. എന്തായിരിക്കും കഅബാലയത്തിൻ്റെ മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. പള്ളികളായ പള്ളികളുടെ ഉമ്മയാണ് കഅബാലയം. ആ കഅബാലയത്തിൻ്റെ മുകളിൽ ഒരു പള്ളിയുണ്ട്. 7 ആകാശങ്ങൾക്കപ്പുറത്ത് ഭൂമി കറങ്ങുകയാണ്. എങ്ങനെ കറങ്ങിയാലും ആ കറക്കത്തിൽ ഭൂമിക്ക് ഒരു ആ കറക്കത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ട്. ആ കറക്കം കറങ്ങുമ്പോൾ കഅബാലയത്തിൻ്റെ പൊസിഷൻ എപ്പോഴും എവിടെയാണോ അതിനനുസൃതമായി 7 ആകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹുവിനൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് അൽ ബൈത്തുൽ മഅമൂർ. അൽ ബൈത്തുൽ മഅമൂർ. ആ കഅബാലയം ആകാശലോകങ്ങൾക്കപ്പുറം കിടക്കുന്ന കഅബാലയമാണ്. യദ്ഖുലുഹാ കുല്ല യൗമിൻ 70,000 മലക്കിൻ. 70,000 മാലാഖമാർ അൽ ബൈത്തുൽ മഅമൂർ എന്ന ആകാശലോകത്തെ കഅബാലയത്തെ ചുറ്റാൻ വേണ്ടി, തവാഫ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും ഭൂമിയിൽ കഴിയുന്ന ദിവസത്തിന്റെ കണക്കനുസരിച്ച് 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്ത് കടന്നു പോകും. സുമ്മ ലാ യഊദൂന ഇലൈഹി. ഒരിക്കൽ തവാഫ് ചെയ്ത ഒരു മലക്കും ഈ 70,000-ത്തിൽ അടുത്ത ദിവസമോ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ മലക്കുകൾ തിരിച്ചു വരില്ല. ഓരോ ദിവസവും പുതിയ 70,000 മാലാഖമാർ ബൈത്തുൽ മഅമൂറിനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് എന്ന് മിഅ്റാജിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മഅമൂർ എങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് എന്ന് സങ്കല്പിച്ചാൽ ലവഖഅത അലൽ കഅബ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിലായിരിക്കുമെന്ന് പതിക്കുന്നത്. ആ ഒരു പ്രൊപ്പോർഷനിൽ നടന്ന പള്ളിയാണ്. അതുകൊണ്ട് കഅബ എന്ന് കാണുമ്പോൾ ഇതൊരു എഞ്ചിനീയറിംഗ് വണ്ടർ എന്താ എന്ന് ചോദിക്കും. കഅബാലയത്തിന്റെ എഞ്ചിനീയർ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്തത് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. കൺസ്ട്രക്ഷൻ നടത്തുന്നത് മലക്കുകൾ. ഇതിന് മാത്രം എന്താണെന്നിരിക്കും. അതിൻ്റെ പൊസിഷനിങ് വലിയൊരു വിഷയമാണ്. ബൈത്തുൽ മഅമൂറിൻ്റെ നേർരേഖയിലാണ് കഅബയെ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളത്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ കഅബാലയം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ കണ്ണുകളെ കൊണ്ട് കാണാത്ത ദിവസമുണ്ടോ? നമ്മുടെ വീടുകളിലാവട്ടെ, റോഡരികിലാവട്ടെ, വൃത്തിയുള്ള പുണ്യ റസൂല് പറയുമായിരുന്നു, അല്ലാഹു എനിക്ക് തന്ന പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, എനിക്കും എൻ്റെ അനുയായികൾക്കും അല്ലാഹു ഭൂമിയെ പരിശുദ്ധമായതായി അല്ലാഹു എനിക്ക് മാറ്റിത്തന്നിരിക്കുന്നു. വൃത്തിയുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കാം. മണ്ണ് പ്രശ്നമല്ല, മണ്ണ് ശുദ്ധിയുള്ള സാധനമായിരിക്കാം, അവിടെ നജസ് ഇല്ലാതിരുന്നാൽ മതി. ഇതിലിപ്പോൾ ഒരു നായ ഇന്നലെ രാത്രി പോയിട്ടുണ്ടാവുക, അത് വസ്വാസാണ്, ആലോചിക്കേണ്ട. അത് പോകാതെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കുഴപ്പമില്ല, അത് വൃത്തിയുള്ള ഇടമോ, അല്ലാഹു അക്ബർ, നിസ്കരിച്ചോ, കുഴപ്പമില്ല. അതാണ് നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയതെങ്കിൽ. വെറുതെ വസ്വാസ തോന്നരുത് എന്നാണ്. പെണ്ണുങ്ങളുടെ പുര മുഴുവൻ ഡെയിലി കഴുകുന്നവർ, അല്ല നായെങ്ങാനും സിറ്റ് ഔട്ടിൽ കയറി പോയിട്ടുണ്ടാകുമോ? അപ്പോൾ ആ ചവിട്ടിയെടുത്ത് രാവിലെ വന്ന ആ മനുഷ്യൻ ചവിട്ടിയിട്ട്, അപ്പോൾ അയാൾ ഉള്ളിൽ വന്നല്ലോ, അപ്പോൾ അവിടെ ചവിട്ടിൻ്റെ കുട്ടീൻ്റെ ബെഡ്റൂമിൽ അങ്ങനെ കട്ടിലടക്കം കഴുകും രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്താ പരിപാടി? വസ്വാസ്. അത് പ്രാന്താണെന്നാ. ഓൾക്ക് നിസ്കാരം വരെ നിർബന്ധം ഉണ്ടാവില്ല. തലക്ക് സുഖമില്ലാത്ത പരിപാടിയല്ലേ ഇത്. അല്ലാമ ബാഖില്ലാനി തങ്ങളോട് ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു എന്നാ, ഞാൻ പുഴയിൽ പോയി കുളിച്ചിട്ട് പോലും എൻ്റെ ഒതു ശരിയായി എനിക്ക് തോന്നണില്ല, ഞാൻ എന്താ കാട്ടുക? പറഞ്ഞു, പൊന്നു സഹോദരൻ, ഞങ്ങൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഭൂമിയെ അള്ളാഹു എനിക്ക് ശുദ്ധിയാക്കി തന്നിരിക്കുന്നു. കണ്ണിൽ നജസ് കാണുന്നുണ്ടോ? ആ നജസ്സിനെ അവിടെ നിന്ന് നീക്കി വൃത്തിയാക്കിയാൽ അവിടെ നിസ്കരിക്കുകയും ചെയ്യുക. നജസ് ഉണ്ടെങ്കിൽ മാറി വൃത്തിയുള്ളിടത്തേക്ക് മാറണം. നജസ് ഇല്ലേ,
ഉണ്ടാവുമെന്ന് പിന്നെ വെറുതെ എന്ത് വസ്വാസാവരുത്. ഭൂമി ജീവിക്കാൻ പറ്റില്ല. പിന്നെ അള്ളാഹു ഭൂമി എനിക്ക് ശുദ്ധിയുള്ളതും നിസ്കരിക്കാൻ പറ്റുന്നതുമായി അള്ളാഹു മാറ്റിത്തന്നിരിക്കുന്നുവെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അപ്പോഴും ഒരു കാര്യം നിർബന്ധമാണ്, കഅബാലയത്തിന്റെ ഡിറക്ഷൻ മനസ്സിലാക്കണം. ഇന്നൊരുപാട് മൊബൈൽ ആപ്പുകളുണ്ട്, ആക്യുറേറ്റ് ആയിട്ട് കഅബയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഖിബില ആപ്ലിക്കേഷനുകൾ. ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മുടെ ഉസ്താദുമാർ എഞ്ചിനീയറിങ്ങിന്റെ കിതാബുകൾ പഠിച്ചിട്ട് ആ പള്ളികൾക്കൊക്കെ കുറ്റിയടിച്ചിരുന്നത്. അത് ഇന്നും ഇത്ര കൃത്യമാണ്. ആലോചിച്ച് നോക്കൂ, 200 കൊല്ലം മുമ്പ് ഈ പള്ളി സ്ഥാപിച്ച ഈ ഖിബിലയാണ്. ഇന്നും ഖിബില മാറിയിട്ടില്ല. അതിനർത്ഥം അന്നിപ്പോൾ മൊബൈൽ ആപ്പുകൾ വന്നിട്ടില്ല, അന്ന് കോമ്പാസുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അന്നത്തെ മഹാപണ്ഡിതന്മാർ, ഭൂമിയുടെ എഞ്ചിനീയറിംഗ് പഠിച്ച പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ദർസിൽ കിതാബോധി പഠിച്ച ആളുകൾ, അവർ സ്ഥാപിച്ച പള്ളികളാ ഇന്നും നമ്മൾ നിസ്കരിക്കുന്നത്. ഈ ആപ്പുകളൊക്കെ വലിയ ആപ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അള്ളാഹു കൊടുത്ത ഇൽമ്. സയൻസ് മിഡീവൽ കാലഘട്ടങ്ങളിൽ ഇത്രമേൽ ഫ്ലറിഷ് ചെയ്യാനുണ്ടായ കാരണം ഇസ്ലാമിലെ ആരാധനകൾക്കനുസരിച്ച് ചില കണ്ടുപിടുത്തങ്ങൾ നടത്താൻ മുസ്ലിം സയന്റിസ്റ്റുകൾ നിർബന്ധമായി എന്നതിൻ്റെ പേരിലാണത്രേ. ശരിയാണ്. മക്കയിൽ നിന്ന് ഇസ്ലാം മദീനയിലേക്ക്, പരിസരങ്ങളിലേക്ക്, ജസീറത്തുൽ അറബിന്റെ പുറത്തേക്ക് വികസിച്ചപ്പോൾ അവിടത്തുകാർക്ക് ഖിബില എവിടെയാണെന്നറിയണം. അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങൾ നടക്കണം. അങ്ങനെയാണ് ഒരു മഹദി, മറിയം അൽ അസ്ത്രാലാബി എന്ന് പറയുന്ന ഒരു മഹദി, കഅബാലയത്തിന്റെ ഖിബിലയെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഡിവൈസ് അവർ കണ്ടെത്തി. ആ ഡിവൈസിന് നമ്മൾ ഇന്ന് പേരിട്ടു ആസ്ട്രോലാബ്സ്. ആസ്ട്രോലാബ് എന്ന് പറയുന്നത് മറിയം അൽ അസ്ത്രാലാബി എന്ന് പറയുന്ന മഹദിയുടെ പേരിൽ, ആ പേരാണ് അസ്ത്രാലാബി എന്ന് പറയുന്ന പേരാണ് ആസ്ട്രോലൈബ് എന്നായി മാറുന്നത്. അത് പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ലോകത്ത് പിന്നെ കണ്ടെത്തപ്പെടുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ ഒരു മസ്ജിദിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ്. ഇതൊക്കെ നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹു ആ നാടിനെ, മസ്ജിദുൽ അഖ്സയെ അള്ളാഹു എന്നേക്കുമായി മുസ്ലിം ഉമ്മത്തിൻ്റെ കരങ്ങളിലേക്ക് അള്ളാഹു അതിൻ്റെ അധികാരം പരിപൂർണമായി അള്ളാഹു ഏൽപ്പിച്ചു തരട്ടെ. ആ നാടിനെ അള്ളാഹു സുരക്ഷിതമാക്കി കൊടുക്കട്ടെ. ആ നാട്ടുകാരല്ലാഹു സുരക്ഷിതരാക്കട്ടെ. അവരാണ് മുറാബിത്തൂൻ. അവരുടെ ഈമാൻ വലിയൊരു ഈമാനാണ്. ആ ഈമാനിന്റെ കരുത്ത് ലോകം കണ്ടു. ലോകം ഞെട്ടിത്തരിച്ചു. ഗസയെ ഇത്രമേൽ അതിക്രമിച്ചതിന് ശേഷം, സ്വന്തമായി ആയുധപ്പുരകളില്ലാത്ത, സൈന്യമില്ലാത്ത, പോലീസുകാരില്ലാത്ത, ഒരു പഞ്ചായത്തിൻ്റെ അത്ര മാത്രം വലുപ്പമുള്ള ഒരു നാടിനെ 2 കൊല്ലം നിന്നടിച്ചിട്ടും ആ ജനങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന വലിയ ഒരു സത്യത്തിൻ്റെ മുമ്പിൽ ലോക ജനങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതെന്താണ് ഈ കാണുന്നത്? വലിയ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ആ ജനങ്ങൾ ഞങ്ങൾ ഈ മണ്ണ് വിട്ട് പോകില്ലെന്ന് പറഞ്ഞ് ധീരതയുടെ, ഈമാനിൻ്റെ, നമ്മളൊരിക്കലും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത വിധം കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ബോംബുകൾ വന്ന് വീണ് ആ കെട്ടിടം തകർന്ന്, ആ തകർന്ന കെട്ടിടത്തിൻ്റെ റക്സുകൾക്കുള്ളിൽ നിന്ന് സ്ലാബുകൾ പൊളിച്ചുമാറ്റി ജീവനോടെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ, ആ സ്ലാബിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, ജീവനുള്ള ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞ് ഭൂമിയിലേക്ക് തലയുയർത്തുമ്പോൾ 2 കൈയും പൊക്കിപ്പിടിച്ച് വിജയത്തിൻ്റെ അടയാളം പറയുന്ന ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഈമാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുഞ്ഞിന് കൊതുകടിച്ചാൽ നമുക്ക് വേദനയാണ്. നമ്മുടെ കുഞ്ഞിനൊരു പനി വന്നാൽ നമുക്കന്ന് ഉറക്കല്ല. കുഞ്ഞിന് നാളെ പോളിയോ കുത്താൻ പോവാണല്ലോ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും ഗസയിലെ മക്കളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അവരെ പട്ടിണി കിട്ടും, വർഷങ്ങളോളം, മാസങ്ങളോളം അന്നം കിട്ടാതെ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ ലോകാവസാനം വരെ അവരുടെ മനോവീര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. ولا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ആരാണവർ?
വഹും ഫി അക്നാഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷണത്തിന് നിൽക്കുന്ന മുഅ്മിനീങ്ങളാണ്. ഹുമുൽ മുറാബിതൂൻ, അവരാണ് അല്ലാഹുവിന് വേണ്ടി മസ്ജിദുൽ അഖ്സയുടെ സുരക്ഷയ്ക്ക് വേണ്ടി റിബാത്ത് ചെയ്യുന്നത്, അതിനുവേണ്ടി സംരക്ഷണ വലയം തീർക്കുന്നത്. ആ മനുഷ്യരോളം ഈമാനുള്ളവർ വേറെ ഉണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇതോടൊപ്പം നമ്മളിങ്ങനെ ചേർത്ത് വെക്കണം. അവരും മനുഷ്യരാണ്. പക്ഷേ മറ്റു മനുഷ്യരെല്ലാം മരിച്ചൊടുങ്ങിയപ്പോഴും അവിടത്തുകാർ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ പഠിപ്പിച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അത് ഹബീബിന്റെ ഹദീസിന്റെ പുലർച്ചയാണ്. ലാ യദുറുഹും മൻ ഖാലഫഹും, അവർ കാരെതിരെ നിന്നാലും മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സമൂഹം അവരൊരിക്കലും പരാജയപ്പെടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ വലിയൊരു പരീക്ഷണത്തിന് അവർ വിധേയരായി. എന്നാലും കൊച്ചുമക്കളോട് ചാനലുകാരൻ ചോദിക്കുമ്പോഴും ആ മക്കളുടെ വാക്കുകൾ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാ, പടച്ചവന്റെ സ്തുതി, ഞങ്ങൾ സന്തുഷ്ടരാണ്. പട്ടിണി കിടന്ന് മിണ്ടാൻ കഴിയാത്ത കുഞ്ഞാണി പറയുന്നത്. ആലോചിക്കണം,